10 മിനിറ്റ് ഞാനൊരു കഥ കേൾക്കാൻ വേണ്ടി വന്നേക്കാം. ഓക്കെ, ശരി. നമസ്കാരം സാർ. കഥയൊക്കെ സെറ്റല്ലേ? പറഞ്ഞോ. സാർ, ഈ പണം തുടങ്ങുമ്പോൾ കാണിക്കുന്ന പറഞ്ഞാൽ കാറ്റും കോളും എന്ന് പറഞ്ഞൊരു ഭീകര രാത്രി. അവിടെ ഒരു വലിയ ബംഗ്ലാവ്. ഈ കാറ്റത്തും മഴയത്തും ആ ബംഗ്ലാവിലെ ചട്ടിയും കലവൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. ആ ഇരുട്ടിൽ രണ്ടുപേര് ഒരു വെള്ള ഫ്രോക്ക് ഇട്ട പെൺകുട്ടി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. ഇതെന്താ ഫ്രോക്ക്? അതൊരു വെറൈറ്റി പിടിച്ചതാ. ഇപ്പം മലയാളത്തിലെ ആദ്യത്തെ ഫ്രോക്ക് ഇട്ട പ്രേതം. അപ്പം ഏക സന്ദേശോ? അത് കറുപ്പ്, ഇത് വെള്ള. അത് ഫുൾ സ്ലീവ്, ഇത് സ്ലീവ്ലെസ്. അങ്ങനെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. മനസ്സിലായി. എന്നിട്ട് ഓക്കെ, ഈ പെൺകുട്ടി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ഒരു ചുവന്ന വെള്ളമുള്ള ഒരു കുഴിയിലേക്ക് ഇവർ തള്ളിയിട്ടിട്ട് മുക്കിക്കൊല്ലും. ചുവന്ന വെള്ളം? ചോര. ഓ, പിന്നെ നമ്മൾ കാണിക്കുന്ന കുറേ റാൻഡം സീനാ. ഒരു കഴുത്തുള്ളിക്കിയ പ്രേതം, ഒരു ലിപ്സ്റ്റിക് ഇട്ട പട്ടി, ഒരു കുഴിയിൽ നിന്ന് ചാടി കണ്ടിക്കുന്ന പ്രേതം, പിന്നെ വായിന്ന് തീ വരുന്ന പാമ്പ്, പിന്നെ ആകാശഗംഗയിലെ പൂച്ച, അങ്ങനെ കുറേ സീൻ. നിക്ക്. അല്ല, ഇതൊക്കെ എന്തിനാ? അത് പറയാം. ഇത് പിന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മന്ത്രവാദിയാണ്. ഈ മന്ത്രവാദിയായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് തിലകനെയാണ്. പുള്ളി ഇങ്ങനെ ഞെട്ടി എണ്ണിക്കും. എന്നിട്ട് വീടിൻ്റെ വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര കാറ്റ്. നമ്മൾ ഈ കാറ്റത്ത് നമ്മൾ കത്തിക്കാൻ വെച്ചിരിക്കുന്ന കരിയില മൊത്തം പുള്ളിയുടെ മേത്തോട്ട് വാരി എറിയും. എന്നിട്ട് പുള്ളി ആകാശത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഡ്രോൺ ഷോ. ഈ ഡ്രോൺ ഷോ കാണുമ്പോൾ പുള്ളി വിചാരിക്കും, ഓ എന്തോ അപകടം വരുന്നുണ്ടെന്ന്. ഭഗവതി, അപകടമൊന്നും വരുത്തല്ലേ. അപ്പോൾ ഉണ്ടോ അതെ പ്രേതം വന്ന് പുള്ളി ഇങ്ങനെ തോണ്ടി വിളിക്കും. എന്നിട്ട് പ്രേതം അവിടെയുള്ള പുള്ളിയുടെ ബുക്ക് മൊത്തം അങ്ങ് തീയിട്ട് കത്തിക്കും. ഓ, അപ്പൊ അതായിരുന്നല്ലേ അപകടം? ആ തീ ഇങ്ങനെ പോയി ആകാശത്ത് പോയി പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ പടത്തിൻ്റെ പേര് എഴുതി കാണിക്കും. അതാണ് ഐഡിയ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇതില് തിലകനാരാ? ഏതാ ഈ ഫ്രോക്ക് ഇട്ട പെണ്ണ്? പിന്നെ ആരാ ഇവിടെ കൊല്ലുന്നേ? ഏതാ ഈ ലിപ്സ്റ്റിക് ഇട്ട പട്ടി? சிறப்பான தரமான சம்பவங்களை இனிமேதா பார்க்க போறேன். ഓക്കെ, നമ്മുടെ പടത്തിലെ നായകനൊരു ഗുണ്ടയാണ്. ഏതാ മറ്റേ എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. അതല്ല, പുള്ളി എഞ്ചിനീയറായ ഗുണ്ടയാണ്. പുള്ളിയുടെ പെങ്ങളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് പുള്ളി ഈ ഗുണ്ടാപ്പണിയെല്ലാം ചെയ്യുന്നത്. എന്റെ പെങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ എനിക്ക് ഒരു 3-4 ലക്ഷം രൂപ കൂടിയേ തീരൂ. പുള്ളിയുടെ ഗ്യാങ് ലീഡറാണ് മൊട്ട ശശിയണ്ണൻ. മൊട്ട ശശിയണ്ണൻ ഇച്ചിരി സീന. പുള്ളി ഭയങ്കര അവിടുത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമാന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ഈ സീറ്റിലെ നമ്പർ 1 ടീം ഈ മൊട്ട ശശിയുടെ തന്നെ. ആ വില കളയാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ വെച്ച് പുള്ളിക്ക് മന്ത്രിയുടെ വക ഒരു കൊട്ടേഷൻ കിട്ടും. ഈ കൊട്ടേഷൻ്റെ കോൾ വരുമ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് മീനിൻ്റെ റേറ്റ് പറയുന്ന പോലെ ഓരോ പാർട്സിൻ്റെ റേറ്റ് പറയും. കൈക്ക് 20 ലക്ഷം, കാലിന് 10 ലക്ഷം, തലയ്ക്ക് 50 ലക്ഷം, അങ്ങനെ. പക്ഷേ ഈ വിളിച്ച മന്ത്രിയായിട്ട് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ അയൽക്കാരനായതുകൊണ്ട് പുള്ളിക്കാരൻ പറയും തലയ്ക്ക് 10 ലക്ഷം രൂപ അങ്ങോട്ട് തരുമെന്ന് പറയും. 10 ലക്ഷമോ? കൊള്ളാം. നമ്മുടെ ശശികണ്ഠൻ നല്ല അന്തസ്സുള്ള ഗുണ്ടയായതുകൊണ്ട് അപ്പം തന്നെ ഈ ഡീലിന് അങ്ങ് നോ പറയും. ഈ സാറേന്ന് വിളിച്ചെന്നെ കൊണ്ട്. പക്ഷെ കാശിന് അത്യാവശ്യമുള്ള നമ്മുടെ നായകൻ എന്ത് ചെയ്യും? ഈ കൊട്ടേഷൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും 10 ലക്ഷം രൂപയ്ക്ക്. എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റിന് ചെയ്യാമെന്നേറ്റത്. അല്ല, ഇത് ആരുടെ തല എടുക്കാൻ പോകുന്നേ? അത് ഈ മന്ത്രിക്ക് ഒരു മോളുണ്ട്. ഈ മോക്കാണെങ്കിൽ ഒരു അന്യജാതിപ്പെട്ട ഒരു ചെറുക്കനായിട്ട് പ്രേമവും. അത് ഈ മന്ത്രിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ചെറുക്കനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. പക്ഷേ ഈ ചെറുക്കനാണെങ്കിൽ നമ്മുടെ നായകൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നായകൻ ഇങ്ങയുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പുള്ളിയെ കൊന്നു കള്ളം പറയും. ഓപ്പറേഷൻ സക്സസ്. ഗുഡ്. ബാലൻസ് കാശെടുക്കും. അവന്റെ ബോഡി എവിടെ തള്ളി? അറേബ്യൻ കടൽ വറ്റിച്ച് നോക്കിയാലും അവന്റെ ശവത്തിന്റെ പൊടി കാണില്ല. എന്താ പോരെ? ഗുഡ്, വെരി ഗുഡ്. പക്ഷേ ഈ കൊന്നെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന കാര്യം ഒരുത്തൻ ഒളിഞ്ഞെന്നോട് കേൾക്കും. ഓ, പ്രശ്നമല്ലോ. അപ്പൊ അവനെന്ത് ചെയ്യും? അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ നേരത്ത് നമ്മുടെ മന്ത്രിയുടെ മോൻ തന്നെ പറയും അവനെ വിട്ടേക്കാൻ പറയും. അവന്റെ പുറകെ പോകണ്ട, ഞാൻ പോവാ. എന്നിട്ട് നമ്മുടെ നായകൻ ആദ്യം കാണിച്ചൊരു ബംഗ്ലാവ് ഉണ്ടല്ലോ, അവിടെ പോയി ഒളിവി താമസിക്കും. അവിടെ വെച്ചാണ് നമ്മുടെ നായികയെ കണ്ടുമുട്ടുന്നത്. അല്ല, ബുദ്ധിയുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി. അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസിനൊക്കെ ആയാലും മമ്മു ബെസ്റ്റാ. കുളിച്ചിട്ട് വരുമായിരിക്കും അല്ലേ? അറിയത്തില്ലേ ചേട്ടാ? നായിക്കും എന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. ഇല്ല സാർ, പക്ഷെ ഈ കാര്യമെല്ലാം പിറ്റേ ദിവസം പത്രത്തിൽ വരും. അപ്പൊ എല്ലാരും അറിയും. അപ്പൊ നായിക എന്ത് പറയും? എനിക്ക് ഇങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ട മാത്രമല്ല അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കണ്ട മാത്രം ഇഷ്ടപ്പെടാൻ ഞാൻ അത്ര കാമദേവനൊന്നുമല്ല കേട്ടോ. അയ്യേ, ഞാൻ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തീവ്രവാദി അജ്മൽ കസബിന്റെ കാര്യമാ. പേടിക്കാനൊന്നുമില്ലെന്നേ. ആണുങ്ങളായ ഇങ്ങനെയൊക്കെ വേണം. ബെസ്റ്റ്. താങ്ക് യു സാർ. അല്ല, ഈ കൊലപാതകത്തിന് വേറെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ പത്രത്തിലെല്ലാം വന്നു? അത് നേരത്തെ എടുത്ത ഒളിഞ്ഞെന്ന് കേട്ടില്ലേ? ഇവൻ പോയി എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ബെസ്റ്റ്. താങ്ക് യു സാർ. എന്നിട്ട് പിന്നെ ഈ മന്ത്രിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ കണ്ണ് കണ്ടുകൂടാ, പക്ഷെ പുള്ളിക്ക് സാരി എന്ന് പറഞ്ഞാൽ അലർജിയാണ്. സാരി എവിടെ കണ്ടാലും പുള്ളി അത് പറിച്ചെറിയും. അല്ല, പുള്ളിക്ക് കണ്ണ് കാണില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ എങ്ങനെ ഇയാൾ സാരി കണ്ട്?
ബിക്കോസ് കണ്ണില്ലെങ്കിലും ഈ സുന്ദരിയുടെ മേനിയഴക് മുഴുവൻ അകക്കണ്ണോട് ഞാൻ കാണുന്നുണ്ട്. ഓ ബ്രില്യൻസ്. അങ്ങനെ ഒരു ദിവസം ഈ സാരി പറിക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഒരു കല്ലേ തട്ടി ഒരു കുഴി വീണങ്ങ് പടമാവും. പക്ഷെ മന്ത്രി വിചാരിക്കും ഇത് ദുർമരണമാണ്, അപ്പോൾ ഇതിൻ്റെ പേര് പൂജയൊക്കെ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു മന്ത്രവാദിയുടെ അടുത്ത് വരും. ആ മന്ത്രവാദിയാണ് നമ്മുടെ തിലകൻ. അപ്പോൾ തിലകൻ പറയും ഇതേപോലെ അത്യാവശ്യമായിട്ട് ബംഗ്ലാവിൽ പോകണം, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ മന്ത്രിയുടെ മോൻ ഇതേപോലെ ബംഗ്ലാവിൽ പോകും. അവിടെ വെച്ച് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒളിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ചത്തുപോയ മന്ത്രിയുടെ മോളുടെ കാമുകനുണ്ടോ, പുള്ളി അവിടെ വെച്ച് കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ നായകൻ ഇവരെ എല്ലാം പറ്റിച്ച് കാശടിച്ച് മാറ്റുമായിരുന്നു, പുള്ളിയെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ആ കാമുകനെ മന്ത്രിയുടെ മോനും പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഗുണ്ടകളും ചേർന്ന് ഓടിച്ചിട്ടിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വെച്ച് വെടിവെച്ച് കൊല്ലും. എന്നാ പിന്നെ ഒരു നേരത്തെ ആവായിരുന്നല്ലോ, കുറെ ഗുണ്ടകളും ഉണ്ടായിരുന്നല്ലോ, ആർക്കെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നു, ആ കാശ് ലാഭിച്ചേനല്ലോ. പിന്നെ നമ്മുടെ ഗുണ്ടാനായകനും മന്ത്രിയുടെ മോനും തമ്മിലുള്ള കൊടൂര ഫൈറ്റ്. ഈ ഫൈറ്റിന് അവസാനം നമ്മുടെ നായകൻ ഇവരെല്ലാം അടിച്ചു നോക്കും. പക്ഷെ എവിടെ നിന്നോ കുറേ പോലീസുകാർ വന്ന് ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്യും. അവിടെ ഇന്റർവെൽ ആയതേ ഉള്ളോ? ഇനിയല്ലേ ട്വിസ്റ്റ്, നമ്മുടെ നായിക ഉണ്ടല്ലോ അത് ആക്ച്വലി പ്രേതമായിരുന്നു. ഈ നായികയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒരു 30 വർഷം മുമ്പ് നമ്മുടെ നായികയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. കാമുകൻ അത്യാവശ്യം അവിടുത്തെ വലിയ തൊഴിലാളി നേതാവൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഈ മന്ത്രിയും മന്ത്രിയുടെ കണ്ണ് കാണാത്ത കൂട്ടുകാരനും അന്ന് കണ്ണ് കാണുമായിരുന്നു. പിന്നെ പച്ച മലയാളത്തിൽ തമിഴ് സംസാരിക്കുന്ന ഒരു തമിഴനും കൂടി உதவி என்னைக்கும் ഞാൻ மறக்க மாட்டேன். இந்த பரிസ്ഥിതി സംരക്ഷണം തൊഴിലാളർ സ്നേഹം എന്നൊക്കെ ചൊല്ലി ഒരു 6 അടി നീളവും ഒരു 5 അടി വീതിയുള്ള കുഴി ഉണ്ടാക്കി ഇവരെ അതിനകത്ത് കുഴിച്ചു മൂടും. ആഹാ, നല്ല പെർഫെക്റ്റ് കുഴി, പെട്ടെന്ന് കുഴിച്ചാന്ന് കണ്ടാ പറയത്തില്ല. ഇനി നായികയ്ക്കൊരു അച്ഛനുണ്ട്. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുപ്പിക്കുന്ന ജാതി. നന്നായിട്ടുണ്ട് നമ്മളില്ലേ. പക്ഷെ ആ അച്ഛനെ ഇവന്മാർ കൊല്ലും. അങ്ങനെ നായിക പ്രേതമായിട്ട് വരും, എന്നിട്ട് പ്രതികാരം ചെയ്യും. അല്ല, ഈ പ്രേതമാവാ ഈ അച്ഛൻ മരിച്ചവരെ വെയിറ്റ് ചെയ്ത് എന്തിനാ? നേരത്തെ ആവായിരുന്നല്ലോ. പിന്നെ ഈ കാമുകൻ അവന് പ്രേതമാണ്ടായിരുന്നു. ആ ബാക്കി പറ. ഈ പ്രേതമായിട്ട് വന്ന ആ ടൈമിൽ തന്നെ ആ പച്ച മലയാളത്തിൽ തമിഴ് സംസാരിക്കുന്ന പുള്ളി അങ്ങ് ഉരുട്ടിക്കൊല്ലും. പിന്നെ മറ്റേ കൂട്ടുകാരൻ്റെ കണ്ണ് പാമ്പിനെ കൊണ്ടങ്ങ് കടിപ്പിക്കും. മന്ത്രി ഒന്നും ചെയ്യില്ല. ആ ഇറങ്ങുക. ഇവിടെ തന്നെ കഥ ഇതിലാ തീർന്നിട്ടില്ല. വൈഫായിരിക്കും അല്ലേ? ആ താൻ ബാക്കി പറ. അപ്പോൾ ഈ കഥയെല്ലാം പ്രേതമാണെങ്കിൽ നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഈ കഥയെല്ലാം പറഞ്ഞു തന്നിട്ടും നായകനാണെങ്കിൽ ഒരു പേടിയില്ല, ഒരു കുലുക്കവും ഇല്ല. പോരാത്തതിന് പ്രേതത്തിനെ സഹായിക്കാമെന്ന് നായകൻ പറയുകയും ചെയ്യും. പക്ഷേ ഈ സമയം നമ്മുടെ മന്ത്രവാദി തിലകനെ കാണാൻ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മന്ത്രവാദി പറയും ഇവളെ പണ്ട് ആവാഹിച്ചൊരു പ്രതിമയുണ്ട്, ആ പ്രതിമ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ മന്ത്രവാദം കുറച്ചും കൂടെ ഈസി ആയിട്ട് തീർക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ മന്ത്രിയുടെ കൂടെ വന്ന കുറച്ച് പോലീസുകാരുണ്ട്. അതിലൊരു SP ഒരു മാസ് ഡയലോഗ് എന്ന് പറയും. ഈ പ്രശ്നത്തിൽ എന്ത് റിസ്ക് എടുത്തും മാധവൻ സാറിനെ സഹായിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് ആ പ്രതിമ കണ്ടെടുക്കാൻ ജോലിസേ കേരള പോലീസിന്റെ എല്ലാ ഫോഴ്സും ഇതിനായി ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷെ അപ്പം തന്നെ നമ്മുടെ മന്ത്രവാദി അങ്ങനെ ഊക്കി വിടും. സർക്കാർ 1 ലക്ഷം രൂപ തലക്ക് ഇനാം പ്രഖ്യാപിച്ച ഒരു ക്രിമിനല്ലേ ആഴ്ചകളായി ഇവിടെ വനത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നാ നാട്ടുകാർ പറഞ്ഞത്. അവനെ കണ്ടെത്താൻ പറ്റാത്ത തന്റെ പോലീസാണോ ഒറ്റ രാത്രി കൊണ്ട് പ്രതിമ കണ്ടെത്താമെന്ന് പറയുന്നത്? അപ്പോൾ വീണ്ടും ട്വിസ്റ്റ്, നമ്മുടെ മന്ത്രിയുടെ മോളുടെ കാമുകനുണ്ടല്ലോ, പുള്ളിക്കാരൻ ചത്തിട്ടില്ല. ആദിവാസി രക്ഷപ്പെടുത്തി കാണും അല്ലേ? എക്സാക്ട്ലി. അതെങ്ങനെ മനസ്സിലായി? ഓരോരുത്തരും മന്ത്രവാദം നടക്കുമ്പോൾ പുള്ളിക്കാരെ ഒരു തലയെ കെട്ടിക്കൊണ്ട് വരുന്നേ. ഇത് നേരത്തെ വെടിയുണ്ടോ പയ്യൻ? പിന്നല്ലാതെ ആദിവാസി മരുന്നെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ, ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അത് വിട്. ഈ മന്ത്രവാദം എന്തോ ആയി? അപ്പോൾ ഈ മന്ത്രവാദം നടത്തുന്ന 2 മന്ത്രവാദികളാണ്. അതിനകത്തൊരു മന്ത്രവാദി ഒന്നിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും. പക്ഷെ പ്രേതം അവിടെ വെച്ച് പുള്ളിയെ 2ആയിട്ടും കീറും. ഓഹ് ഡാർക്ക്. പിന്നെ നമ്മുടെ നായകൻ മന്ത്രിയെ കൊല്ലും, പടം തീരും. അല്ല, നമ്മുടെ നായകനൊരു പേര് വേണമല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു ടെറർ പേര്. ടെറർ പേര് നമുക്ക് ശ്യാം എന്നങ്ങിടാം. ശ്യാമെന്നല്ലേ പേര് പറഞ്ഞത്? അതെ. കേട്ടപ്പോൾ തന്നെ അങ്ങ് ചാർജായി. പിന്നെ കോസ്റ്റ്യൂമൊക്കെ എന്താ?
കോസ്റ്റ്യൂം ഒക്കെ സെറ്റാണ്. നമുക്കൊരു 30 വർഷം മുമ്പുള്ള മന്ത്രവാദിക്ക് നമുക്കൊരു കറുത്ത ജുബ്ബയും പിന്നെ കറുത്ത തലയിൽ കെട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നായികയുടെ ഡ്രസ്സാണ്. പുള്ളിക്കാരി എന്തായാലും ഈ റോള് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ലോസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു സൈസ് കുറച്ചെടുത്താൽ മതി. അല്ല, വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കാസ്റ്റിംഗ് ചളി പറയാൻ നമുക്കൊരു 3 പേരെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കണം. പിന്നെ ഒരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമുണ്ട്. ഓഹോ, എന്താണ് അവരുടെ റോള്? റോള് ഇതൊക്കെ തന്നെ. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുന്നവരെല്ലാം സ്റ്റാർസ് ആയിരിക്കണം. നമുക്കിതൊരു ഒരു പാൻ ഇന്ത്യൻ സംഭവം ആക്കാം. നമുക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ ലോട്ടറി അടിച്ച് പൈസ കൈ വന്നപ്പോൾ ഇതിന്റെ പകുതിയെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ബഡ്ജറ്റ് ഒന്ന് പകുതിയാക്കിയാലോ? ഫുള്ള് പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ശങ്കർ തമിഴിൽ ബോയ്സ് ചെയ്തൊക്കെ പോലെ. ഓ ദേ ഇറങ്ങി അതിൻ്റെ കഥ ഇപ്പോഴാണ് കഴിഞ്ഞത്. വൈഫും ഞാനും കൂടി ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടായിരുന്നേ. പിന്നെ പടത്തിൻ്റെ പേര് യക്ഷിയും ഞാനൊന്ന് നോക്കിക്കോ, കലക്കും. അപ്പം ശരി, ബൈ ബൈ.